അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കടാ അവിടെ. भाई काम नहीं है, काम नहीं है, किधर काम है? कौन गिर रहे टुडे नहीं है? അപ്പോൾ ഇതൊരു തട്ടാണ്. ലഹരി വസ്തുക്കൾ, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതൽ വിൽക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതിൻ്റെ ഉപഭോക്താക്കളാണ്. അപ്പോൾ ഇതൊരു ഈ റോട്ടിൽ ഇത് ചെയ്യുമ്പോൾ ഇതിന് കൃത്യമായൊരു വാടകയൊന്നുമില്ല. മറിച്ച് ഏതോ കടക്കാർ ഇവിടെ ഇരിക്കുന്നതിന് കൃത്യമായ വാടക വാങ്ങുന്നുണ്ട്. ഇവിടെ പല കടകൾക്കും വലിയ വാടക, ഒരു ദിവസം 2000, 3000, 4000 രൂപയൊക്കെയാണ് ഇവിടെ വാടക. ഇത്ര വാടക ഇവർ നൽകണമെങ്കിൽ എന്ത് കച്ചവടം നൽകണമെന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. കാരണം ഈ സാധനത്തിന് ഇപ്പോൾ ഒരു തട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഇവിടുന്ന് ഇവർ നീക്കം ചെയ്യാം. ഞായറാഴ്ച ശനിയാഴ്ച ഇത് വർദ്ധയാണ്. പക്ഷേ പരസ്യമായിട്ടാണ് ഇവർ ഇത്തരം നിരോധിത 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് വിൽക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതിവിടെ വ്യാപകമായ കച്ചവടം നടക്കുകയാണ്. നമ്മുടെ എക്സൈസിൻ്റെ മൂക്കിന് താഴെയാണ് ഇത്തരത്തിലെ കച്ചവടങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പെരുമ്പാവൂരിൻ്റെ നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട കൈമാറ്റത്തിനുള്ള വലിയൊരു മേഖലയായി പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡും പരിസരവും അതുപോലെ ഫിഷ് മാർക്കറ്റിൻ്റെ പരിസരം, PP റോഡിൻ്റെ പരിസരമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ കുറവ് വന്നിട്ടുണ്ട്. കാരണം നമുക്കിവിടെ വന്നാൽ കാണാം, ഒരു തൊഴിലിനും പോകാതെയുള്ള ഒരുപാട് അതിഥി തൊഴിലാളികൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഇവർ പലപ്പോഴും ഈ ലഹരിയുടെ കാരിയേഴ്സാണ്. പക്ഷെ നമ്മുടെ നാടിൻ്റെ ഈ ഒരു മോശപ്പെട്ട പേരും ഒക്കെ മാറ്റിയെടുക്കണം നമ്മുടെ ആവശ്യമാണ്. പെരുമ്പാവൂർ പലപ്പോഴും നന്മയുടെ, അതുപോലെ തന്നെ ചേർത്ത് നിൽത്തരുന്നത്, അതുപോലെ തന്നെ ചാരിറ്റിയൊക്കെ നടത്തുന്ന ഏറ്റവും വലിയൊരു നാടാണ്. കാരണം ഒരാൾക്കൊരു പ്രയാസം വന്നാൽ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുണ്ടാവുന്ന നാടാണ്. അപ്പോൾ ആ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഇത്തരം കേസുകൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസമുണ്ട്. അത് മാറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ പെരുമ്പാവൂർ സാമൂഹ്യ വിപത്തായിട്ട് എയ്ഡ്സ്, അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളൊക്കെ വർദ്ധിക്കുന്നു എന്നത് വലിയൊരു സത്യമാണ്. കാരണം എയ്ഡ്സ് നമ്മുടെ നാട്ടിൽ തിരിച്ച് ഒരുപാട് ആളുകൾക്ക് വന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ പെരുമ്പാവൂർ താലൂക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു വർഷം 2025 18ഓളം എയ്ഡ്സ് രോഗികളെ കണ്ടെത്തി. അതിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, ഒരു പ്രായപൂർത്തിയാവാത്ത കുട്ടിയുണ്ട്, നമ്മുടെ നാട്ടിൽ തദ്ദേശീയരായ ആളുകളുണ്ട്. അത് എങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലഹരിയുടെ മറവ് പിടിച്ചാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ലൈംഗിക വ്യാപാരങ്ങൾ നടക്കുന്നത്. ഇത്തരം ലൈംഗിക തൊഴിൽ നടത്തുന്ന സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ലഹരി വിപണനവും നടത്തുന്നുണ്ട്. പക്ഷേ അവരെ പിടിക്കപ്പെടാൻ പലതരത്തിൽ നിയമത്തിൻ്റെ കുറവ് കൊണ്ട് പലപ്പോഴും അവരെ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പെരുമ്പാവൂരിൻ്റെ വ്യത്യസ്തമായ ചില കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ലൈംഗിക വ്യാപാരങ്ങളാണ് നടക്കുന്നത്. കാരണം ഇതര സംസ്ഥാനത്തെ പെൺകുട്ടികളെയാണ്, ലേഡീസിനെയാണ് ഇപ്പോൾ പ്രധാനമായി പെരുമ്പാവൂരിൽ ലൈംഗിക വ്യാപാരത്തിന് ഉപയോഗിക്കുന്നത്. ഇവരിൽ പലരും എയ്ഡ്സിൻ്റെ വാഹകരാണ് എന്നത് സത്യമാണ്. നമ്മുടെ യുവതലമുറ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, +2 തലത്തിലുള്ള കുട്ടികളൊക്കെ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ട ലൈംഗികമായ പ്രവർത്തികൾ വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ട് പെരുമ്പാവൂരുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ജാഗരൂകരാണ്. നാളെ എൻ്റെ വീട്ടിലെ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം മറ്റൊരു വീട്ടിലെ കുട്ടിയായിരിക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഇത് കയറി വരുന്നത് വരെ നമ്മൾ നിശബ്ദരായിരിക്കും. നമ്മുടെ വീട്ടിലൊരു കുട്ടി ഇതിന് അടിമയായി മാറുമ്പോൾ, ലഹരിക്ക് അതുപോലെ തന്നെ ലൈംഗികമായ രോഗങ്ങൾക്കൊക്കെ അടിമയായി മാറുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം, ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ അതുവരെയും നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇത്തരം സാമൂഹ്യ വിപത്തിനെതിരെ ഈ നാടിനെ രക്ഷിക്കാൻ ഒന്നിച്ചിറങ്ങേണ്ടതുണ്ട്. ഇവിടുത്തെ പോലീസ് സംവിധാനം ഈ വിഷയത്തിൽ ജാഗരൂകരാണ്. എക്സൈസ് സംവിധാനം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാട്ടുകാരുടെയും ഒരു വ്യാപാരികളുടെയും ഒക്കെ ജനകീയമായൊരു കൂട്ടായ്മ ഈ നാട്ടിൽ രൂപപ്പെടേണ്ടതുണ്ട്. പെരുമ്പാവൂരിൻ്റെ ഈ ഒരു അവസ്ഥ മാറ്റി ഈ പെരുമ്പാവൂർ എല്ലാത്തിനും നമ്മുടെ ആളുകളെ ചേർത്ത് നിർത്തുന്ന, ഏറ്റവും നല്ല വ്യാപാരങ്ങൾ നടക്കുന്ന, എല്ലാവർക്കും ജീവിക്കാൻ സാഹചര്യമുള്ള, സ്വസ്ഥമായി ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു നാടായി പെരുമ്പാവൂർ മാറണം. അതിന് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കണം അവിടെ. भाई काम नहीं है, काम नहीं है, किधर काम है? कौन गिर रहे टुडे नहीं है क्या? ഓക്കെ. ഇപ്പോൾ ഇവരെ പോലുള്ള അതിഥി തൊഴിലാളികൾ പലപ്പോഴും നമുക്കിവിടെ കൂടിയിരിക്കും. പലർക്കും തൊഴിലൊന്നുമില്ല എന്നുള്ള സത്യമാണ്. ഇവരെന്തിനു വേണ്ടിയാണ് രാവിലെ സമയങ്ങളിൽ ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരിൽ പല ആളുകളും ലഹരിക്ക് ഒത്താശ ചെയ്യുന്നവരോ ലഹരിയുടെ ഏജന്റുമാരാണ്. അതിനൊരു വലിയൊരു കൂട്ടം നമുക്ക് പലപ്പോഴും ഇത്തരം സ്ഥലങ്ങളിൽ കാണാൻ പറ്റുമെന്നുള്ളത്. പല ഓവുകളിലും, പല കടകളുടെ ഓവുകളിലും ഇത്തരത്തിൽ ആളുകളെ കാണുന്നു എന്നുള്ള സത്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സ്ഥലം, PP റോഡിൽ തന്നെ ഈ ഒരു സ്ഥലം പല പ്രാവശ്യം നമ്മൾ ലഹരി വസ്തുക്കൾ പിടിച്ച ഒരു ഓവാണ്. കാരണം പല തവണയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്,
ഇത്തരം ലഹരി വസ്തുക്കൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ ഇവിടുന്ന് നമ്മൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പലതവണ നമ്മൾ തന്നെയാണ് പോലീസിനെയും എക്സൈസിനെയും ഒക്കെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതൊരു വലിയ ഏരിയ ആയിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. ഈ ഒരു റോഡിൻ്റെ വശത്തിൽ അതുപോലെ തന്നെ പല ബാർബർ ഷോപ്പുകളും ഒക്കെ ഇത്തരം കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പല ബാർബർ ഷോപ്പുകളിൽ നിന്നും നേരത്തെ ലഹരി വസ്തുക്കൾ കണ്ടെടുത്തിയിട്ടുണ്ട്. പല കടകളുടെയും ടോപ്പിൻ്റെ മുകളിൽ അനധികൃതമായ ലഹരി വസ്തുക്കൾ സൂക്ഷിക്കുന്നൊരവസ്ഥ ഈ ഒരു ഏരിയയിൽ, ഈ പീപ്പ് റോഡിൻ്റെ ജ്യോതി തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ചെറിയ സ്ഥലത്തുണ്ട്. ഞങ്ങൾ തന്നെ പലപ്പോഴും ഇത് വിവരം കിട്ടി പോലീസിനെ അറിയിക്കുകയും കൈമാറുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാർ പലരും ഇതൊക്കെ അറിയുന്നുണ്ട്, പക്ഷെ അവരത് മൂടി വയ്ക്കുന്നു എന്നുള്ള സത്യം കൂടിയാണ്. പലപ്പോഴും നമ്മളിത് വന്ന് ചെയ്യേണ്ട അവസ്ഥ പോലുമുണ്ട്. പലപ്പോഴും ഇത്തരം കച്ചവടങ്ങളുടെ മറവിൽ വലിയ തരത്തിൽ അനധികൃതമായ ലഹരി വസ്തുക്കൾ, പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം ചെയ്യുന്ന തെരുവായിട്ട് നമ്മുടെ ഇത് മാറുകയാണ്. അതുപോലെ പെരുമ്പാവൂർ ടൗണുകളിൽ പല സ്ഥലങ്ങളിലും ചില കേന്ദ്രങ്ങൾ ഇതാക്കിക്കൊണ്ട് ചെറിയ ചെറിയ കടകൾ, യാതൊരു നിബന്ധനയുമില്ലാതെ പെട്ടിക്കടകൾ വർദ്ധിക്കുകയാണ്. ഈ പെട്ടിക്കടകൾക്കെതിരെ നിയമപരമായ നടപടിയെടുക്കാൻ നമ്മുടെ നഗരസഭയ്ക്കും പഞ്ചായത്തിനുമൊക്കെ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർ ഉപയോഗിക്കുന്നില്ല. കാരണം ഇത്തരം പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും ലഹരിയുടെ വ്യാപാരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിലെ ജനപ്രതിനിധികളൊക്കെ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചാൽ പെരുമ്പാവൂർ ശാന്തമാക്കാൻ പറ്റും. ഇപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ പെരുമ്പാവൂരിനെ കുറിച്ച് നമുക്ക് ഭീതിയാണ്. പക്ഷേ ആ ഭീതി നമുക്ക് ഒഴിവാക്കാം. പലപ്പോഴും കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും ലക്ഷക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഉള്ളത് കൊണ്ട് ശനിയും ഞായറും അവരിവിടെ ഒരുമിച്ച് കൂടുന്നു എന്നത് ഈ നാടിൻ്റെ വ്യാപാര മേഖലയ്ക്ക് അത് വലിയ ഉണർവേകുന്നു എന്നത് സത്യമാണ്. പക്ഷെ അതിൻ്റെ മറവിലുള്ള ലഹരി വ്യാപാരം തടയണമെങ്കിൽ നാട്ടുകാർ ഒന്നിച്ചു നിൽക്കണം. ഇവിടുത്തെ ജനപ്രതിനിധികൾ രംഗത്തിറങ്ങണം. കാരണം അനധികൃതമായ കടകൾ, ചെറിയ ചെറിയ തട്ടുകൾ, ഇത്തരം മുറുക്കാൻ കടകൾ, ഇത് കേന്ദ്രീകരിച്ച് വലിയ ലഹരി വ്യാപാരം ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാർബർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ചില സംഗതികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ തന്നെ നടത്തുന്ന ബാർബർ ഷോപ്പുകൾ ഇവിടെയുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നുണ്ട്. ഇത്തരം കടകളിൽ പലപ്പോഴും അനധികൃതമായി ലക്ഷക്കണക്കിന് രൂപയുടെ ഇതാണ് ഈ പുകയില ഉൽപ്പന്നങ്ങളാണ് സൂക്ഷിക്കപ്പെടുന്നത്. ഇത് നമുക്കറിയാം. ഇപ്പോൾ തന്നെ കണ്ടില്ല, പരസ്യമാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് ഇതുണ്ടായിരുന്നില്ല. കാരണം ഇത് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് അതിഥി തൊഴിലാളികളാണ്. അതുപോലെ ഹാൻസ് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ കച്ചവടം, ഇതൊക്കെ ഇവിടെ വർദ്ധിക്കുകയാണ്. ഇതിന് പിന്നിൽ ഈ റൂമിൽ നിന്ന് തന്നെ ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഇത്തരം വസ്തുക്കൾ പിടിച്ചിട്ടുണ്ട്. അത് എക്സൈസിനും പോലീസിനും കൈമാറിയിട്ടുണ്ട്. പക്ഷെ യാതൊരു കുറവും ഇത്തരം കച്ചവടങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. ഇത്തരം കച്ചവട സ്ഥാപനങ്ങളിൽ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലതിനും ലൈസൻസ് ഇല്ല എന്നതുകൂടി നമുക്ക് ഉത്തരം നൽകാൻ കഴിയും. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുറച്ചുകൂടി ഈ വിഷയത്തിൽ ജാഗരൂകരായി ഇടപെടണമെന്ന് കൂടിയാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.